ഇന്ന് ഞാൻ നഗ്നതയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നഗ്നതയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, ജാസിയുടെയും ആഷിയുടെയും വിഷയത്തെക്കുറിച്ച് അടിസ്ഥാനമാക്കിയും ആദില നൂറ വിഷയത്തെ അടിസ്ഥാനമാക്കിയും തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നും ഉണ്ടായിട്ടല്ല. ജാസി ഒരിക്കൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഹോളിവുഡിൽ പോലും ഞാൻ എൻ്റെ നഗ്നത പ്രദർശിപ്പിക്കില്ല, എൻ്റെ നഗ്നത ആഷിയുടെ മുൻപിൽ മാത്രം എന്ന് പരാമർശിക്കുകയുണ്ടായി. അതിനെ ചൊല്ലിക്കൊണ്ട് അതിൽ കമൻ്റ് ഇടുന്നവർ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താണ് അതിന് നഗ്നതയുള്ളത്? രണ്ട് ചിരട്ടയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണോ, തലയണയാണോ കെട്ടിവെച്ചിരിക്കുന്നത്? പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വിവരമില്ലായ്മ നല്ലോണമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നഗ്നത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു വസ്തുതയല്ല. അത് സ്ത്രീക്കും പുരുഷനും ട്രാൻസ്ജെൻഡേഴ്സിനും എല്ലാവർക്കും ഉള്ളതാണ്. അതാദ്യം മനസ്സിലാക്കുക. അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നഗ്നത എന്താണെന്ന് അറിയാത്തത്. അത് വളരെ മോശമായ രീതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി ജാസി ചിരട്ട വയ്ക്കുകയാണെങ്കിലും അതല്ല തലയണ വയ്ക്കുകയാണെങ്കിലും കണ്ടു നിൽക്കുന്ന നിങ്ങൾക്ക് എന്താണ് അതിൽ പ്രശ്നം? ജാസിക്കോ ആഷിക്കോ ഇല്ലാത്ത പ്രശ്നമാണോ നിങ്ങൾക്കുള്ളത്? ഇതുപോലെ തന്നെ പറയുന്നുണ്ട് പലരും പല കമൻറ്റുകളിലായിട്ടും. മോളിവുഡ് എന്ന് പറയുന്ന ഒരു ഇതിലും പറയുന്നുണ്ട്, ആദിലയുടെ നൂറയുടെ ബന്ധം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. ആദിലയുടെയും നൂറയുടെയും ബന്ധങ്ങൾ പ്രശ്നമാവാൻ, അല്ലെങ്കിൽ ആദില നൂറയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ആദിലയും നൂറയും മാത്രമല്ലല്ലോ ഈ ലോകത്ത് ആദ്യമായിട്ട് ഒരുമിച്ച് ചേർന്നിട്ടുള്ളതും അഥവാ വേർപിരിയുന്നതും അല്ലെങ്കിൽ പിരിയാൻ പോകുന്നതും. എത്രയോ പുരുഷന്മാരും സ്ത്രീകളും വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ വേർപിരിഞ്ഞവരുണ്ട് ഇല്ലേ? ലിവിങ് ടുഗദറിൽ കൊലപാതകം നടത്തിയവരില്ലേ? ഇതൊന്നും കാണാതെയും കേൾക്കാതെയാണോ നിങ്ങൾ ആദിലയുടെയും നൂറയുടെയും അതുപോലെ തന്നെ ജാസിയുടെയും ആഷിയുടെയും പിന്നാലെ കിടന്ന് നടക്കുന്നത്? ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ബേജാറാവുക. മറ്റുള്ളവരെ എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരെ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചോളും. ഈ ന്യൂഡിറ്റി ആയാലും റിലേഷൻഷിപ്പ് ആയാലും അത് വ്യക്തി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്, അല്ലാതെ പൊതുജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല. അത് മനസ്സിലാക്കുക. മോശമായി കമൻ്റ് എഴുതുന്നവർ നികൃഷ്ട ജന്മങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടായാലും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പുച്ഛം മാത്രമാണ്. ഇതൊക്കെ കേട്ട് തള്ളിക്കളയുക മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ. എങ്കിലും ചില സമയത്ത് എനിക്കിതിനോടൊക്കെ പ്രതികരിക്കാൻ തോന്നിയിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ബന്ധങ്ങൾ, രണ്ടുപേർ സ്നേഹിച്ചിട്ടുണ്ടാകുന്ന ബന്ധങ്ങളിൽ ഒരു മക്കളുണ്ടായിട്ട് തന്നെ വേർപിരിയുന്ന എത്രയോ പേരുണ്ട് ഇല്ലേ? ഇതൊക്കെ സ്വാഭാവികമാണ്. ബന്ധം സ്ഥാപിക്കുന്നതും ബന്ധം വേർപ്പെടുന്നതും കുട്ടികളുണ്ടാകുന്നതും കുട്ടികളുണ്ടാകാതിരിക്കുന്നതും സ്വവർഗ ലൈംഗികതയും അതല്ലാത്ത ലൈംഗികതയും എല്ലാം ഈ ലോകം ആരംഭം മുതൽക്ക് തന്നെ ഉള്ളതാണ്. ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അറിവില്ലായ്മ കാണിക്കുന്ന തരത്തിലുള്ള മോശമായ കമൻ്റുകൾ എഴുതുന്നവർക്കും അതുപോലെ അത്തരം പ്രയോഗങ്ങൾ നടക്കുന്നവർക്കും ഞാൻ എൻ്റെ നടുവിരൽ നമസ്കാരം പറയുകയാണ്. നന്ദി സുഹൃത്തുക്കളെ. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും ഫോളോ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.